മോർണിംഗ് മക്കളെ, എൻ്റെ പേര് രാജേഷ്. നമ്മളിന്ന് ബോട്ടണിയുടെ സെക്കൻഡ് ഇയറിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് എടുത്തു തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്കൊന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ആക്കാൻ പഠിത്തം. ഓക്കെ, അപ്പോൾ നോക്കാം. സെക്ഷുവൽ റീപ്രൊഡക്ഷനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് ഫ്ലവറിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഫ്ലവർ ഈസ് ദി reproductive structure of angiosperm plant. Angiosperm plant, that is flowering plant ile reproductive structure aanu flower, and flower it consists of four parts, that is calyx, corolla, androecium and gynoecium. ഓക്കെ, നമുക്കപ്പോൾ ഇതൊന്നും പഠിക്കണ്ട. ഇത് നമ്മൾ മോർഫോളജിക്കകത്ത് പഠിക്കും. മോർഫോളജി എന്ന ഫസ്റ്റ് ഇയർ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇതൊന്നും കൂടി പഠിക്കും. അപ്പോൾ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും മതി നമുക്ക്. ബിക്കോസ് ആൻഡ്രീഷ്യം ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ഗൈനീഷ്യം ഈസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. സോ ഈ രണ്ട് വേളുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? എസെൻഷ്യൽ വേൾ എന്നാണ് അറിയപ്പെടുന്നത്. എസെൻഷ്യൽ വേൾ എന്ന് അറിയപ്പെടും. ഓക്കെ, എസെൻഷ്യൽ വേർഡും കാലിക്സിനെയും കൊറോളയും നോൺ എസെൻഷ്യൽ വേർഡ് അല്ലെങ്കിൽ അസസറി വേർഡുകൾ എന്നറിയപ്പെടും. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ആൻഡ്രീഷ്യം എന്ന് പറയുന്നതാണ് എന്ത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ആൻഡ് ഇറ്റ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻ. ആൻഡ്രീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റിനെ എന്താ വിളിക്കുക? ആൻഡ്രീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റ് ആണ് ഇത്. സിംഗിൾ യൂണിറ്റ് ആണ് ഇത് സ്റ്റേമൻ. ഓക്കെ, ആൻഡ്രീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റ് ആണ് സ്റ്റേമൻ. ഓക്കെ, ഈ സ്റ്റേമൻ ആണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിൽ ഗമറ്റോഫൈറ്റ് ആയിട്ടുള്ള മൈക്രോസ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ ഗമറ്റോഫൈറ്റ് ആയിട്ടുള്ള ഗമീറ്റിനെ വഹിക്കുന്ന മൈക്രോസ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ആര്? സ്റ്റേമൻ. ഓക്കെ, സോ നമുക്ക് സ്റ്റേമന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഈച്ച് സ്റ്റേമൻ കമ്പോസ്ഡ് ഓഫ് ടു പാർട്സ്. രണ്ട് പാർട്സുകളാണ് സ്റ്റേമൻ ഉള്ളത്. വൺ ഈസ് ആന്തർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫിലമെന്റ്. ആൻഡ് ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ ആന്തർ ആൻഡ് ഫിലമെന്റ് ഈസ് നോൺ ആസ് കണക്റ്റീവ്. ഓക്കെ, ആന്തറിനെയും ഫിലമെന്റിനെയും കണക്ട് ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കണക്റ്റീവ്. ആൻഡ് ദിസ് ആന്തറിനകത്താണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആന്തറിനകത്ത് പോളൻ ഗ്രെയിൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? മൈക്രോസ്പോറോജെനസിസ്. ഓക്കെ ആണോ മക്കളെ? അപ്പം ആന്തറിനകത്താണ് പോളൻ ഗ്രൈൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോളൻ ഗ്രൈൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ മൈക്രോസ്പോറോജെനസിസ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ ഓർ ആന്തർ. ആന്തറിന്റെ സ്ട്രക്ചർ. സോ ആന്തർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഒരു 4 ലോബുള്ള സ്ട്രക്ചറാണ്. ആന്തർ ഈസ് എ 4 ലോബ്ഡ് സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലിനൊക്കെ ചെയ്തതാണ്. പ്രാക്ടിക്കലിനെ കട്ട് ചെയ്ത് നോക്കി നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആന്തർ എന്ന് പറയുന്നത് 4 ലോബ്ഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ആന്തറിനകത്താണ് നമ്മൾ പറഞ്ഞത് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന മൈക്രോസ്പോറുകൾ ആന്തറിന്റെ ഈ ലോബിനകത്താണ് ഉണ്ടാകുന്നത്. ആ ലോബുകളെയാണ് മൈക്രോസ്പൊറാഞ്ചിയ എന്ന് വിളിക്കുക. ആ ലോബുകൾ എന്തെന്ന് വിളിക്കും? മൈക്രോസ്പൊറാഞ്ചിയ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആന്തർ 4 ലോബ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം ആന്തർ ഡൈതീക്കസ് എന്ന് വിളിക്കും. നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആന്തർ എന്താണ്? ഡൈതീക്കസ് ആണ്. ഓക്കെ ആണല്ലോ? സോ ഡ്യൂറിങ് ദ ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്പോർ, അതിന് മുമ്പ് നമുക്ക് ആന്തറിന്റെ സ്ട്രക്ചർ നോക്കണമല്ലോ. സോ ആന്തർ, നമുക്ക് ആ ഫ്ലോ ചാർട്ട് പഠിക്കാം. ആന്തറിന്റെ ഏത് സെല്ലുകളായിരുന്നു? എപ്പിഡെർമിസിന് താഴെയുള്ള സെല്ലുകളെ നമ്മൾ ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കും. സോ ആന്തറിന്റെ ഹൈപ്പോഡെർമൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നു. ആ സെല്ലുകൾ രണ്ടായി ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് പ്രൈമറി
parietal cell, primary parietal cell and primary sporogenous cell. Primary parietal cell and primary sporogenous cell. Okay, this primary parietal cell divide ചെയ്ത് എന്തായി മാറുന്നു? wall of anther. എന്തായി മാറുന്നു? wall of anther. അതിനു മുമ്പ് ഓർക്കണം, ആന്തറിന്റെ ഹൈപ്പോഡെർമൽ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു സെല്ലുണ്ട്. ആ സെല്ല് നമുക്ക് പഠിക്കാനില്ല, എങ്കിലും ഓർത്തിരിക്കുക, ആ സെല്ലിനെ നമ്മൾ വിളിക്കുന്നത് ആർക്കിസ്പോറിയം എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ആർക്കിസ്പോറിയം, which have a prominent nucleus and dense cytoplasm. This archisporial cell, archisporial cell ആണ് എന്തായി മാറുന്നത്? It divides into two, that is primary parietal cell and primary sporogenous cell. Again, the primary parietal cell divides and redivides to form wall of anther. So now the anther wall consists of 4 layers. അല്ലേ? anther wall ഇപ്പോൾ എത്ര ലെയറുകളുണ്ട്? 4 ലെയറുകളാണുള്ളത്. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, ഓർഡറിൽ പഠിച്ചോണം, നമ്മൾ പഠിച്ചതാണ്. എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. Okay, so epidermis, endothelium, middle layer, they have a protective in function. അവരുടെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ആണ്, മൈക്രോസ്പോറുകളെ പ്രൊട്ടക്ട് ചെയ്യുക. ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദി ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. എന്താണ്? മൈക്രോസ്പോറുകൾക്ക് ന്യൂട്രീഷൻ കൊടുക്കുന്ന, നറിഷ്മെന്റ് നടത്തുന്ന ആളാണ് ആര്? ടപ്പീറ്റം. ആൻഡ് ഇത് കൂടാതെ ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ ആണ് ഇറ്റ് പ്രൊഡ്യൂസ് യുബിഷ് ബോഡീസ്. യുബിഷ് ബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് പോളൻ കിച്ച്. പോളൻ കിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് കാലേസ് എൻസൈം. കാലേസ് എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ന്യൂട്രിറ്റീവ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതുകൂടാതെ ഇപ്പോൾ പറഞ്ഞത് യുബിഷ് ബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ പോളൻ കിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടപ്പീറ്റമാണ്. കാലേസ് എന്ന് പറയുന്ന എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ടപ്പീറ്റമാണ്. ഓക്കെ ആണല്ലോ? ആൻഡ് ഇത് കൂടാതെ എൻഡോതീസിയത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എൻഡോതീസിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നറിയുമോ? അതിന്റെ ഫംഗ്ഷൻ ആണ് ഡെഹിസെൻസ് ഓഫ് ആന്തർ. ആന്തറിനെ ഡിഹൈസ് ചെയ്യുന്ന ആളാണ് ആര്? എൻഡോതീസിയം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് പ്രൈമറി സ്പോറോജിനസ്. ഓക്കെ ആണോ മക്കളെ? പ്രൈമറി സ്പോറോജിനസ് സെല്ല് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഡിവൈഡ്സ് ആൻഡ് റീഡിവൈഡ്സ് ടു ഫോം മൈക്രോ സ്പോർ മദർ സെൽ. It is diploid. It divides and redivides to form microspore mother cell, that is MMC or PMC, pollen mother cell or microspore mother cell. It is diploid cell. Okay, so this microspore mother cell undergo meiosis. മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്നുണ്ടല്ലോ മക്കളെ, അല്ലേ? നമ്മൾ പഠിച്ചതാ. റിഡക്ഷൻ ഡിവിഷന് വിധേയമാകുന്നു, ദാറ്റ് ഈസ് മിയോസിസിന് വിധേയമാകുമ്പോൾ നമുക്കറിയാം, ഒരു സെല്ല് മിയോസിസിന് വിധേയമായാൽ, ഒരു മൈക്രോസ്പോർ മദർ സെല്ല് മിയോസിസിന് വിധേയമായാൽ എത്രണ്ണം ഉണ്ടാകും? 4 സെല്ലുകൾ ഉണ്ടാകുമല്ലോ. ദാറ്റ് ഈസ് പോളൻ ടെട്രാഡ്. അതിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് 4 പോളൻ ഗ്രെയിൻസ് ആർ നോൺ ആസ് പോളൻ ടെട്രാഡ്. പോളൻ ടെട്രാഡ് എന്ന് വിളിക്കും. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് 4 പോളൻ ഗ്രെയിൻസ് ആർ നോൺ ആസ് pollen tetrad, and at maturity each pollen grains are released. Mature ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? pollen grains റിലീസ് ചെയ്യും. ഓക്കെ, pollen grainന്റെ പ്ലോയിഡ് മറന്നു പോകരുത്, ഹാപ്ലോയിഡ് ആണ്. ആൻഡ് pollen grain എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സെൽ ഓഫ് മെയിൽ ഗമറ്റോഫൈറ്റ്. മറന്നു പോകരുത്, pollen grains are the first cell of male gametophyte. Next one, structure of pollen grains. പോളൻ ഗ്രെയിന്റെ അഥവാ മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ. പോളൻ ഗ്രെയിന്റെ അഥവാ മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ. ഓക്കെ,
അതിനു മുമ്പ് പോളൻ ഗ്രെയിനെ കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ സ്റ്റഡി ഓഫ് പോളൻ ഗ്രെയിൻസ് ഈസ് നോൺ ആസ് പാലിനോളജി. പോളൻ ഗ്രെയിനുകളെ കുറിച്ചുള്ള പഠനം പാലിനോളജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർക്കണം പാലിയന്റോളജി. പാലിയന്റോളജി ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജി. പോമോളജി ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സുകളെ കുറിച്ചുള്ള പഠനം പോമോളജി. സോ നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഫസ്റ്റ് സെൽ ഓഫ് മെയിൽ ഗമറ്റോഫൈറ്റ്. ഓക്കെ ആണോ മക്കളെ? അപ്പൊ നോക്കിക്കൊള്ളുക, അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് പറയാൻ കഴിയണം, ഇവിടെ മൈക്രോസ്പോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 25 to 50 മൈക്രോമീറ്റർ ആണ്. ആരുടെ ഡയമീറ്റർ? മൈക്രോസ്പോറിന്റെ. ഇങ്ങനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പൊ നോക്കിക്കോ, മൈക്രോസ്പോറിന്റെ ഡയമീറ്റർ എത്ര ആണ്? 25 to 50 മൈക്രോമീറ്റർ. ഓക്കെ ആണല്ലോ? ആൻഡ് മൈക്രോസ്പോർ or pollen grains are oval or spherical in shape. ഓവലോ സ്പെറിക്കലോ ഷേപ്പ് ആയിരിക്കും. ആൻഡ് ഇറ്റ് possesses two layers, that is outer layer and inner layer. It possesses two layers, that is outer layer and inner layer. Okay, outer layer is called exine. outer layer നെ എന്താ വിളിക്കുന്നത്? exine. and inner layer is called intine. Okay, outer layer is called exine and inner layer is called intine. exine എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? exine it is made up of most complex material. ഏറ്റവും കട്ടികൂടിയ മെറ്റീരിയൽ കൊണ്ടാണ്. ഏതാണത്? സ്പോറോപൊള്ളിനിൻ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? എക്സൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇൻറ്റൈൻ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടും പെക്റ്റിൻ കൊണ്ടുമാണ് എന്ത് നിർമ്മിച്ചിരിക്കുക? ഇൻറ്റൈൻ നിർമ്മിച്ചത്. അപ്പോൾ സ്പോറോപൊള്ളിനിൻ എന്തിനു വേണ്ടിയാണ്? എക്സൈൻ നിർമ്മിച്ചിരിക്കുന്നു. ഇൻറ്റൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇൻറ്റൈൻ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഓക്കെ ആണല്ലോ? നോക്ക്, എക്സൈൻ, ഈ എക്സൈൻ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ സ്പോറോപൊള്ളിൻ പ്രസന്റ് ആയതുകൊണ്ട് ഇറ്റ് കാനോട്ട് ഡീകമ്പോസ്. അതെന്ത് ചെയ്തില്ല? പോളൻ ഗ്രെയിൻസുകൾ വളരെ പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല. വി ക്യാൻ സ്റ്റോർ, പോളൻ ഗ്രെയിൻസുകളെ സ്റ്റോർ ചെയ്യാം. അങ്ങനെ പോളൻ ഗ്രെയിൻസുകളെ സ്റ്റോർ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളൻ ബാങ്ക് എന്ന് വിളിക്കും. പോളൻ ബാങ്ക്. ഓക്കെ, ആൻഡ് ഇത് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ലിക്വിഡ് നൈട്രജൻ. എവിടെയാ സ്റ്റോർ ചെയ്യുന്നത്? ലിക്വിഡ് നൈട്രജനിലല്ലേ മക്കളെ സ്റ്റോർ ചെയ്യുന്നത്? അറ്റ് -196 ഡിഗ്രി. അറ്റ് -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജനിൽ നമുക്ക് എന്ത് ചെയ്യാം? പോളൻ ഗ്രെയിൻസുകളെ സ്റ്റോർ ചെയ്യാൻ കഴിയും. അങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? പോളൻ ബാങ്ക് എന്ന് വിളിക്കും. Okay, and sometimes these pollen grains may cause allergies. നമുക്കറിയാം അലർജി ഒക്കെ ഉണ്ടാകും. ചില പൂക്കളൊക്കെ മണപ്പിച്ച് കഴിയുമ്പോൾ ചില പൂക്കളുടെ മണം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ പൂമ്പൊടി നമ്മുടെ മുഖത്ത് വന്ന് വീണാൽ നമുക്ക് എന്തുണ്ടാകാറ്? അലർജി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പോളൻ അലർജി എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് പോളൻ ഗ്രെയിൻസ്, ഈ പോളൻ ഗ്രെയിൻസുകളെ നോക്കിക്കഴിഞ്ഞാൽ they may possess two cells. One is large and one is small. ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും കാണാം. ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും കാണാം. ഓക്കെ, ആൻഡ് വലിയ സെല്ലുകൾ നോക്കൂ, ലാർജ്, അതിനകത്തുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലാർജ് ആണ്, ഇറഗുലർ ആണ്. അതിനകത്തുള്ള ന്യൂക്ലിയസ് എങ്ങനെയാണ്? ലാർജ് ആണ്, ഇറഗുലർ ആണ്. ഓക്കെ ആണല്ലോ? നോക്കൂ, ചെറിയതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് സ്പിൻഡിൽ ഷേപ്പ്. ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് സ്പിൻഡിൽ ഷേപ്പ്. അപ്പോൾ ആ ചെറിയ സെല്ലിനെ അല്ലെങ്കിൽ ചെറിയ ന്യൂക്ലിയസിനെ നമ്മൾ വിളിക്കും ജനറേറ്റീവ് ന്യൂക്ലിയസ്. എന്താ വിളിക്കുന്നത്? ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? വലിയതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്. വലിയ ന്യൂക്ലിയസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്. അല്ലെങ്കിലോ ട്യൂബ് ന്യൂക്ലിയസ് എന്ന് വിളിക്കും. വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് അഥവാ ട്യൂബ് ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ആൻഡ് ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ് ഓർ പോളൻ ഗ്രെയിൻ. ഇത്രയേ ഉള്ളൂ. ഇനി നോക്കി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇൻ സർട്ടൻ പ്ലേസസ്,
ചില സ്ഥലങ്ങളിൽ എക്സൈൻ ആബ്സെന്റോ വെരി ലോയോ ആയിരിക്കുമല്ലോ. ആ സ്ഥലത്തിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ജേംപോർ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ജേംപോർ. ഓർത്തിരിക്കുക, ഡൈക്കോട്ട് പ്ലാന്റുകളാണെങ്കിൽ 3 ജേംപോർ കാണാം. ഡൈക്കോട്ട് പ്ലാന്റിൽ എത്ര ജേംപോർ? 3 ജേംപോറും. മോണോകോട്ട് പ്ലാന്റ് ആണെങ്കിൽ 1 ജേംപോറുമായിരിക്കും കാണുക. മോണോകോട്ട് പ്ലാന്റ് ആണെങ്കിൽ 1 ജേംപോറുമായിരിക്കും കാണുക. സോ ഇറ്റ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ്. ഇത്രയുമാണ് പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ ഓഫ് മെഗാസ്പോർ. ഓക്കെ, മെഗാസ്പോർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓവ്യൂൾ. ഓക്കെ മക്കളെ, അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഓർത്തിരിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞത് ആൻഡ്രീഷ്യമാണ്. അപ്പൊ ഇനിയും പറയാൻ പോകുന്നത് ആരെയാണ്? ഗൈനീഷ്യമാണ്. ഗൈനീഷ്യം. ഓക്കെ, ഗൈനീഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ് സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് കാർപ്പൽ ഓർ പിസ്റ്റിൽ. ഓക്കെ, പിസ്റ്റിൽ നമുക്ക് pistil and each pistil or carpel possesses 3 parts, that is stigma, style and ovary. Ovary bears ovule. ഓവറിക്കകത്ത് ആരുണ്ട്? ഒവ്യൂളുകളുണ്ട്. ഒവ്യൂളുകളെ അറേഞ്ച് ചെയ്യുന്നതിനെ പ്ലാസന്റേഷൻ എന്ന് വിളിക്കും. ഒവ്യൂളുകളെ അറേഞ്ച് ചെയ്യുന്നതിന് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് മോർഫോളജിയിൽ പറയും. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, സിംഗിൾ യൂണിറ്റിനെ പിസ്റ്റൽ എന്ന് വിളിക്കും. പിസ്റ്റൽ കമ്പോസ്ഡ് ഓഫ് 3 parts, that is stigma, style and ovary. Ovary contain ovules and the mode of arrangement of ovules on the placenta of ovary is known as placentation. And this is the structure of ovule, and it is a typical angiosperm ovule. That is, a typical angiosperm ovule is inverted, and this type of ovule is known as anatropous ovule. Okay, inverted ആയിട്ടുള്ള ovule ആണ് സാധാരണഗതിയിൽ കാണപ്പെടുന്നത്. അതിനെ നമ്മൾ anatropous ovule എന്ന് വിളിക്കും. And ovule നോക്കി കഴിഞ്ഞാൽ it has 2 parts, that is one is body part and body and stalk. Body and stalk. Okay, body and stalk. Okay ആണല്ലോ. And the stalk of the ovule is known as funicle. Stalk of the ovule is known as funicle. Stalk of the ovule is known as funicle. And നോക്കിയേ, സ്റ്റോക്കും ബോഡിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റീജിയനെ നമ്മൾ ഹൈലം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഹൈലം. Opening of the ovule is known as micropyle and opposite region of the ovule is known as chalaza. Opposite region of ovule is known as chalaza. And covering or protective layer of ovule is known as integument. Okay, and inside the ovule a parenchymatous tissue is present. A parenchymatous tissue is present and it is called nucellus. Ploidy of nucellus is diploid. Nucellus ploidy എന്താണ്? Diploid ആണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, ഈ ന്യൂസെല്ലസിനെ കവർ ചെയ്യുന്ന ആളാണല്ലോ ഇന്റഗ്യുമെന്റ്സ്. ഓഫ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ന്യൂസെല്ലസ് ഈസ് നോൺ ആസ് ഇന്റഗ്യുമെന്റ്. ഇനി നമ്മൾ പറഞ്ഞു മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് റീജിയൻ അല്ലേ ചലാസ. നീ ഒന്നുകൂടെ നോക്കിക്കേ, ആ ചലാസയിൽ നിന്നല്ലേ ഇന്റഗ്യുമെന്റുകൾ ഉണ്ടാകുന്നത്. സോ ഇന്റഗ്യുമെന്റ് ഉണ്ടാകുന്ന റീജിയനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ചലാസ എന്ന് വിളിക്കാം. ഇന്റഗ്യുമെന്റ് ഉണ്ടാകുന്ന റീജിയനെ എന്തെന്ന് വിളിക്കാം? ചലാസ എന്ന് നമുക്ക് വിളിക്കാം. സോ ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ഓവ്യൂൾ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അനാട്രോപ്പസ് ഓവ്യൂൾ. നോക്കിയേ, വേറെ ഒരു ഓവ്യൂൾ ആണ് ഓർത്തോട്രോപ്പസ്. ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ, ഓർത്തോണെ മക്കളെ, ഇത് നീറ്റ് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നോക്ക്, ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ. നോക്കിയേ, ഓർത്തോട്രോപ്പസ് ഓവ്യൂളിന്റെ പ്രത്യേകത എന്താ? ഇത്ര ഓർത്തിരിക്കുക. ഓർത്തോട്രോപ്പസ് ഓവ്യൂളിന്റെ പ്രത്യേകത മൈക്രോപൈൽ, ചലാസ, ഫ്യൂണിക്കിൾ are lies in a plane. ഒരു പ്ലെയിനിൽ കാണുകയാണെങ്കിൽ മൈക്രോപൈലും ചലാസയും ഫ്യൂണിക്കിളും ഒരു പ്ലെയിനിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓർത്തോട്രോപ്പസ്. ഓക്കെ ആണല്ലോ. എന്താണ് ഓർത്തോട്രോപ്പസ്? മൈക്രോപൈൽ, ചലാസ, ഫ്യൂണിക്കിൾ ഒരു പ്ലെയിനിലാണെങ്കിൽ ഓർത്തോട്രോപ്പസ്. അടുത്തത് ഹെമി അനാട്രോപ്പസ്. അടുത്തതാണ് ഹെമി അനാട്രോപ്പസ്. That means here the
funicle. Sorry, here the micropyle lies a right angle to the funicle. ഫ്യൂണിക്കിളിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും ആര് കാണപ്പെടുക? ഈ പറയുന്ന മൈക്രോപൈല് കാണുന്നത്. അതായത് ഓർത്തോട്രോപ്പസിന്റെയും അനാട്രോപ്പസിന്റെയും ഇടയിലുള്ള രൂപമാണ് ഹെമി അനാട്രോപ്പസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് സിർസിനോട്രോപ്പസ്. അടുത്ത ഏതാണ്? സിർസിനോട്രോപ്പസ്. മറന്നു പോകരുത്, സിർസിനോട്രോപ്പസ് ഒവ്യൂൾ ഉണ്ട്. മറ്റൊരു തരം ഒവ്യൂളാണ് സിർസിനോട്രോപ്പസ്. സിർസിനോട്രോപ്പസ് എന്ന് പറഞ്ഞാൽ ഹിയർ ദ ഫ്യൂണിക്കിൾ. ഇതാ നോക്കിക്കേ, ഇതാണ് ഒവ്യൂൾ എന്ന് കരുതുക, ഇതാണ് ഒവ്യൂൾ. ഓക്കെ, ഈ ഒവ്യൂളിനെ പൊതിഞ്ഞുകൊണ്ട് ഫ്യൂണിക്കിൾ കാണാം. Okay ആണല്ലോ. Here the funicle is long and it coil the ovule. Ovule coil ചെയ്ത് കാണപ്പെടും. So these are the different types of ovules. Okay. Okay മക്കളെ, next is megasporogenesis. So നമ്മൾ ഒവ്യൂളിന്റെ സ്ട്രക്ചർ പറഞ്ഞു അല്ലേ? അപ്പൊ നോക്കി, അതിനകത്ത് നമ്മൾ ന്യൂസെല്ലസിനെ മാറ്റിയെടുത്തു. ഇത് ന്യൂസെല്ലസ് ആണ്. ഓക്കെ, ന്യൂസെല്ലസിന്റെ മൈക്രോപൈലാർ എൻഡ്, ഇത് ചലാസ്. സോ ഡ്യൂറിംഗ് ദി ഡെവലപ്മെന്റ് ഓഫ് മെഗാസ്പോർ, some cell, a single cell at the micropylar end differentiate to form megaspore. Okay, and the megaspore is diploid. So megaspore ഇവിടെ മാറ്റി വരച്ചിരിക്കുന്നു megaspore, and the megaspore undergo division, reduction division, that is meiosis, to form 4 haploid megaspore. 4 കൊണ്ട് എഴുതാം നമുക്ക്. നോക്കിയേ എന്തായിട്ട് മാറുന്നു? 4 haploid megaspore which are arranged in a linear tetrad, and out of the 4 megaspore, the 3 microspore at the megaspore at the micropylar end. Micropylar endലുള്ള 3 ഡിസിന്റഗ്രേറ്റ് ചെയ്ത് ഡീജനറേറ്റ് ചെയ്തു പോകുന്നു. And the remaining one is called functional megaspore. Okay, the remaining one is called functional megaspore, and the functional megaspore undergo 3 repeated free nuclear mitotic division to form a 8 nucleated embryocyte. Okay, and in the first division the nucleus undergo division to form 2 nucleus, and these 2 nucleus are moved to opposite pole, and at these poles the second division takes place and become 2 nucleus at the pole, and the third division it become 4 nucleus at each pole. And out of these 4 nucleus, ഈ 4 ന്യൂക്ലിയസിൽ ഓരോ ന്യൂക്ലിയസുകൾ സെന്ററിലേക്ക് വരും. Okay, and it is called secondary nucleus or polar nucleus. അതിനെ എന്തെന്ന് വിളിക്കുന്നു? സെക്കൻഡറി ന്യൂക്ലിയസ് എന്നോ പോളാർ ന്യൂക്ലിയസ് എന്നോ വിളിക്കുന്നു. And then cell wall formation takes place. Cell wallകൾ ഫോം ചെയ്യും. Okay, and it is the embryosac. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? embryosac. So embryosac-നകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ it possesses 1, 2, 3, 4, 5, 6, 7. So a typical angiosperm embryosac is 7-celled and 8 nucleated. Okay, a typical angiosperm embryosac is 7-celled and 8 nucleated, and the 3 cells up at the callosal end is called antipodals. Antipodals, it is haploid, and these cells are known as egg apparatus. So the central large cell is known as egg, and 2 cells are known as synergids. Egg is haploid,
synergids is haploid and polar nucleus is diploid. എഗ്ഗും സിനർജിഡ്സും കൂടി ചേരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. Okay, so here in a typical angiosperm, the embryo sac is 7-celled and 8-nucleated, and it is monosporic. Monosporic embryo sac. Okay, it is monosporic embryo sac. Okay. So next one, that is pollination. അപ്പോൾ നോക്കി എഗ്ഗും ഓക്കെ ആണ്, ഇപ്പൊ പോളൻ ഗ്രെയിൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് വേണം? പോളിനേഷൻ നടക്കണം അല്ലേ? സോ പോളിനേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് എവിടെ നിന്ന് അങ്ങോട്ട്? ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ അല്ലേ? ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസുകൾ പോകുന്നതിനെ എന്താ വിളിക്കുക? പോളിനേഷൻ. ആൻഡ് പോളിനേഷൻ ആർ ഓഫ് 3 ടൈപ്സ്. നമുക്ക് 3 തരത്തിലെ പോളിനേഷൻ നമ്മൾ പഠിച്ചത് അല്ലേ? ഏതൊക്കെയായിരുന്നു? ഓട്ടോഗമി, ജീറ്റനോഗമി ആൻഡ് സീനോഗമി അല്ലേ? ഏതൊക്കെയാണ്? ഓട്ടോഗമി, ജീറ്റനോഗമി ആൻഡ് സീനോഗമി. സോ ഓട്ടോഗമി മീൻസ് ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് അല്ലേ? എന്താണ്? ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് ടു ദി സെയിം ഫ്ലവർ. നോക്കാം നമുക്ക് എങ്ങനെയാ സംഭവിക്കുന്നത് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഒരു പ്ലാന്റിൽ ഒരു പൂവുണ്ട് ആണല്ലോ. ആ പൂവിൽ ആന്തറുമുണ്ട് സ്റ്റിഗ്മയുമുണ്ട്. ആന്തറുമുണ്ട് സ്റ്റിഗ്മയും. ദാറ്റ് ഈസ് എ ബൈസെക്ഷൽ ഫ്ലവർ. Okay, and here the transfer takes place within the flower. So it is called autogamy. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? Autogamy. Okay, or it is also known as self-pollination. It is known as self-pollination. Okay, and second one, that is jetenogamy. So consider this is a plant. ഒരു പ്ലാന്റിനകത്ത് ഒരു പൂവുണ്ട്. ആ പൂവിൽ ആൻഡ്രീഷ്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആന്തർ മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു പൂവുണ്ട്, അതിലെന്തുണ്ട്? സ്റ്റിഗ്മയും ഉണ്ടെങ്കിൽ here the transfer takes place between the flowers. ഇങ്ങനെ ആയിരിക്കും ട്രാൻസ്ഫർ നടക്കുന്നത്. that is, it is a transfer of pollen grains from anther of a flower to stigma of another flower of same plant. Another flower of same plant, and it is called jetenogamy. And the third one is cynogamy. That means cynogamy means നോക്ക്, ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവർ, അതിൽ ആൻഡ്രീഷ്യമാണുള്ളത്. മറ്റൊരു പ്ലാന്റിൽ മറ്റൊരു ഫ്ലവർ, അതിൽ സ്റ്റിഗ്മയുമുണ്ട്. ദാറ്റ് ഈസ് യൂണിസെക്ഷൽ പ്ലാന്റുകളാണ്. ഓക്കെ, ഇപ്പൊ പുളി നമുക്കറിയാം, പുളി ഒരു യൂണിസെക്ഷൽ പ്ലാന്റ്. ജാതിക്ക യൂണിസെക്ഷൽ പ്ലാന്റ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള യൂണിസെക്ഷൽ പ്ലാന്റുകളിലാണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന സീനോഗമി നടക്കുന്നത്. എന്താണ് ഈ സീനോഗമി എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് pollen grains from anther of a flower to stigma of another flower of another plant, in same species. Okay ആണല്ലോ? another flower of another plant in same species. ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇതിനെയാണ് സീനോഗമി. അപ്പോൾ നോക്കിക്കോ, പോളിനേഷൻ ആർ ഓഫ് 3 ടൈപ്സ്. ദാറ്റ് ഈസ് ഓട്ടോഗമി, ജീറ്റനോഗമി ആൻഡ് സീനോഗമി. ഓട്ടോഗമി സെയിം ഫ്ലവറിൽ നടക്കുമ്പോൾ, ജീറ്റനോഗമി അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ് ആണ്. സീനോഗമി അനദർ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ് ഇൻ സെയിം സ്പീഷീസ്. ഓട്ടോഗമി മീൻസ് സെൽഫ് പോളിനേഷൻ ആൻഡ് സീനോഗമി മീൻസ് ക്രോസ് പോളിനേഷൻ. അപ്പോൾ നോക്കി, ഓട്ടോഗമി സെൽഫ് പോളിനേഷൻ ആണ്, ഒരു പ്ലാന്റിലാണ് നടക്കുന്നത്. സീനോഗമി ക്രോസ് പോളിനേഷൻ ആണ്, 2 പ്ലാന്റിലാണ് നടക്കുന്നത്. ഓക്കെ, പക്ഷേ ജീറ്റനോഗമിയോ ഒരു പ്ലാന്റിലാണ്, പക്ഷേ 2 ഫ്ലവറിലാണ്.
So it is genetically autogamy and functionally it is synogamy. Okay, so deuterogamy, it is genetically self-pollination, but functionally it is cross-pollination. Okay, these are the types of pollination. അപ്പോൾ ഇങ്ങനെ പോളിനേഷൻ നടക്കണമെങ്കിൽ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിനുകൾ സ്റ്റിഗ്മയിലേക്ക് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഏജൻസുകൾ വേണം. സോ ദാറ്റ് ഏജൻസ് ആർ നോൺ ആസ് പോളിനേറ്റേഴ്സ്. ആ ഏജന്റുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? പോളിനേറ്റേഴ്സ്. Okay, so next one, that is agents of pollination. So there are two type of pollinating agents, that is biotic agents and abiotic agents. Okay, ഏതൊക്കെയാണ്? Biotic agents and abiotic agents. Biotic agents are living agents and abiotic agents are non-living agents. Okay, and നമുക്ക് പോളിനേഷന് സഹായിക്കുന്ന ലിവിങ് ഏജൻസ് ആണ് ആനിമൽസ്. ഓക്കെ, ആനിമൽസ്. നോക്ക, നോൺ ലിവിങ് ഏജൻസ് ഏതൊക്കെയാ? ആനിമൽസിൽ തന്നെ ഇനി ഏതൊക്കെയുണ്ട്? ആനിമൽസിൽ തന്നെ ഇൻസെക്ട്സ് ഉണ്ട്, ഓക്കെ, ബേർഡ്സ് ഉണ്ട്, ബാറ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ. നോൺ ലിവിങ് ഏജൻസ് ഏതൊക്കെയാണ്? വിൻഡ് ആൻഡ് വാട്ടർ. സോ പോളിനേഷൻ ബൈ ദ ഏജൻസി ഓഫ് ആനിമൽസ്. ആനിമൽസ് വഴിയാണ് പരാഗണം നടക്കുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സൂഫിലി. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് സൂഫിലി. ഓക്കെ, ആൻഡ് ഇൻസെക്ട് വഴിയാണ് പരാഗണം നടക്കുന്നതെങ്കിൽ അതിനെ എന്റമോഫിലി. പോളിനേഷൻ ബൈ ദ ഏജൻസി ഓഫ് ഇൻസെക്ട്, അതിനെ എന്താ വിളിക്കുക? എന്റമോഫിലി. ആൻഡ് പോളിനേഷൻ ബൈ ദ ഏജൻസി ഓഫ് ബേർഡ്സ് ഈസ് നോൺ ആസ് ഓർണിത്തോഫിലി. പോളിനേഷൻ ബൈ ദ ഏജൻസി ഓഫ് birds is known as ornithophily. Pollination by the agency of bat is known as chiropterophily or chiropterophily. Okay, and pollination by the agency of wind is known as anemophily, and pollination by the agency of water is known as hydrophily. So these are the different types of agents of pollination. Okay, അപ്പോൾ പോളിനേറ്റിംഗ് ഏജൻസുകൾ ആരൊക്കെയാണ്? പോളിനേറ്റിംഗ് ഏജൻസുകളാണ് ആരൊക്കെ? വിൻഡ് ഒരു ഏജന്റ് ആണ്, വാട്ടർ, ആനിമൽസ്. ആനിമൽസിൽ തന്നെ ഇൻസെക്ട്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ബാറ്റ് ഉണ്ട്. ഇനി നോക്കി, ഈ ഏജന്റുകളുടെ എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന ടൈപ്സ് ഓഫ് പോളിനേഷൻ എല്ലാം, ഇതിനെല്ലാ ഫ്ലവേഴ്സിനും ഓരോരോ ക്യാരക്ടേഴ്സുകൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓരോരോ ഇപ്പോൾ സൂഫിലിക്ക് ഓരോ ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അനിമോഫിലസ് ഫ്ലവേഴ്സിന്റെ ക്യാരക്ടർ ഉണ്ട്, ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിന്റെ ക്യാരക്ടർ ഉണ്ട്. സോ നെക്സ്റ്റ് വേർഡ്, ദാറ്റ് ഈസ് നമുക്ക് ഇതിന്റെയൊക്കെ ക്യാരക്ടേഴ്സ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ ക്യാരക്ടേഴ്സ്? ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള പോളിനേഷൻ കാണിക്കുന്ന ഫ്ലവേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ മക്കളെ, നെക്സ്റ്റ് വൺ, ദി ക്യാരക്ടേഴ്സ് ഓഫ് അനിമോഫിലസ് ഫ്ലവേഴ്സ്. ഓക്കെ, അനിമോഫിലി, ദാറ്റ് ഈസ് പോളിനേഷൻ ബൈ ദ ഏജൻസി ഓഫ് wind. So example for anemophilous flowers are maize, sugarcane, grasses, palm. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, കാറ്റ് വഴി പരാഗണം നടക്കുന്നു. അപ്പൊ നോക്കിയാൽ കാറ്റ് വഴി പരാഗണം നടത്തുന്ന പ്ലാന്റ്സുകളുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിയാൽ, they have no color, they do not produce scent, they lack nectar. അപ്പം മണമില്ല, മധുരമില്ല, കാണാൻ ഭംഗിയൊന്നുമില്ലാത്ത സാധാരണ പൂക്കളാണ്. പിന്നെയോ they are unisexual ആയിരിക്കും. Anthers and stigmas are exposed. Pollen grains are small, light, smooth and dry. Anthers are versatile. ഇവിടെ അനിമോഫിലസ് ഫ്ലവേഴ്സിന്റെ ആന്തർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെർസറ്റൈൽ ആയിരിക്കും. Pollen grains large
they are produced in large quantities. Large quantitiesലുള്ള pollen grains-നെ പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റിഗ്മ ഫെദറി ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, മറന്നു പോകരുത്, സിംഗിൾ ഓവ്യൂൾ ഇൻ ഈച്ച് ഓവറി. ഓരോ ഓവ്യൂളുകൾ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ, ഓരോ ഓവറിയിലും കാണുകയുള്ളൂ. ഇനി അവിടെ ഇൻഫ്ലോറസെൻസ് ആയിട്ടാണ് കാണുന്നത്. ഇവരെ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഇൻഫ്ലോറസെൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലിക്ക് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് സൂസ്റ്ററ, വാലിസ്നേരിയ, ലംന. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിന് എക്സാമ്പിൾ. അപ്പൊ നോക്കിയാൽ ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിന് നമുക്ക് ഈ 3 ക്യാരക്ടേഴ്സ് പറയാം. ദേ ആർ നൈദർ കളേർഡ് നോർ ഷോയി, they do not produce and they lack nectar. ഇനി ഇവരുടെ മാത്രം പ്രത്യേകത എന്താണ്? ഓർത്തിരുന്നോളൂ, flowers are small and inconspicuous. ഫ്ലവേഴ്സ് എങ്ങനെയാണ്? ഇൻകോൺസ്പിക്വസ് ആണ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. ഫ്ലവേഴ്സ് ആർ സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്വസ് ആൻഡ് they are unwettable. ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അൺവെറ്റബിൾ ആണ്. നോക്കിയേ, സെപ്പലും പെറ്റലും പെരിയാന്ത് സെഗ്മെന്റ്സും ഒക്കെ അവർക്ക് എന്തുണ്ട്? വാക്സി കോട്ടിംഗ് ഉണ്ട്. സോ ദേ ആർ അൺവെറ്റബിൾ. ഇനി പോളൻ ഗ്രെയിൻസും ലൈറ്റ് ആണ്, അൺവെറ്റബിൾ ആണ്. സ്റ്റിഗ്മയും സ്റ്റിക്കി ആണ്, അൺവെറ്റബിൾ ആണ്. സോ ദീസ് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് സൂഫിലി. ദാറ്റ് ഈസ് പോളിനേഷൻ ബൈ ദ ഏജൻസി ഓഫ് ആനിമൽസ്. അല്ലെ, ആനിമൽസ് വഴി പരാഗണം നടക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ 3 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, നോ കളർ, നോ സെന്റ്, നോ നെക്ടർ. ഇതെല്ലാം എന്താക്കണം? ഓപ്പോസിറ്റ് ആക്കണം. ദേ ആർ ലാർജ് ആൻഡ് ബ്യൂട്ടിഫുള്ളി കളേർഡ്. ദേ പ്രൊഡ്യൂസ് നെക്ടർ. ദേ പ്രൊഡ്യൂസ് ഫ്രാഗ്രൻസ്. That means ഗന്ധമുണ്ട്. ഇറ്റ് മേ ബി ഫോൾ സ്മെൽ ഓർ പ്ലസന്റ് സ്മെൽ. സുഗന്ധമോ ദുർഗന്ധമോ ആകാം. ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻസ് ആർ സ്റ്റിക്കി ആൻഡ് സ്പൈനി. പോളൻ ഗ്രെയിൻസുകൾ എങ്ങനെയായിരിക്കണം? സ്റ്റിക്കി ആയിരിക്കണം, സ്പൈനി ആയിരിക്കണം. സ്റ്റിഗ്മ എങ്ങനെയാണ്? സ്റ്റിക്കി ആണ്, ഇൻസർട്ടഡ് ആണ്. ഇനി ഇവിടെയും എന്താണ്? ചെറിയ ചെറിയ പൂക്കളാണെങ്കിൽ ദേ ആർ പാക്ഡ് ആസ് ഇൻഫ്ലോറസെൻസ്. അവരെങ്ങനെയായിരിക്കും കാണപ്പെടുക? ഇൻഫ്ലോറസെൻസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ ഇത്രയുമാണ് ക്യാരക്ടേഴ്സ് ഓഫ് അനിമോഫിലി, ഹൈഡ്രോഫിലി ആൻഡ് സൂഫിലസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യം കൊണ്ട് നമ്മുടെ പോളിനേഷൻ പോർഷൻ തീർന്നു. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. ഇഫ് സോ, ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.